അപ്പോ 79/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? വിമോചന സമരം, സവർണ ജാഥ, സത്യാഗ്രഹം, പന്തിഭോജനം. ഇതിലേതാണെന്ന് പറഞ്ഞേ, ഏതാണ്? സവർണ ജാഥയാണ്. സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണ ജാഥ. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ. ഏതാണ് ശരിയായത്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ്? ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ്? 1917 അല്ലെ? ഈ ചമ്പാരൻ എന്നത് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഏത് സംസ്ഥാനത്തിലാ? ബീഹാറിലാണ് അല്ലെ? ബീഹാറിലാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ആരാണ് രൂപം നൽകിയത്? വാറൻ ഹേസ്റ്റിങ്സ്, തോമസ് പെയിൻ, ജെയിംസ് മാഡിസൺ, ജെയിംസ് ഓട്ടിസ്. ആരാ രൂപം നൽകിയേ? ജെയിംസ് ഓട്ടിസ് ആണ് അല്ലെ? ജെയിംസ് ഓട്ടിസ് ആണ്. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായിട്ടാ ബന്ധപ്പെട്ടിരിക്കുന്നത്? അതെ, ചൈനീസ് വിപ്ലവമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാ? അത് അന്റോണിയോ ഗൂട്ടറസ് ആണ് അല്ലെ? അന്റോണിയോ ഗൂട്ടറസ് ആണ്. ഏത് രാജ്യക്കാരനാണ് ഇദ്ദേഹം എന്നതും ചോദിച്ചിട്ടുണ്ട്. പോർച്ചുഗൽ സ്വദേശിയാണ് അല്ലെ? പോർച്ചുഗലാണ് ആന്റോണിയോ ഗൂട്ടറസിന്റെ ദേശം എന്ന് പറയുന്നത്. പോർച്ചുഗലാണ് അല്ലെ? തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ബലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ബലകം. ഓപ്ഷൻസ് നോക്കാം. കോക്കോസ്, ഫിലിപ്പൈൻ, പസഫിക്, നാസ്ക. ഏതായിരിക്കും? തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ബലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ബലകം. അത് നാസ്കയാണ് കേട്ടോ. നാസ്കയാണ്. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ബലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ബലകം ഏതാണ്? നാസ്ക. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ലോക്തക് തടാകമാണ് കേട്ടോ. ലോക്തക് തടാകം. ഉപോഷ്ണ ഗുരുമർദ്ധ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണെന്ന്? ഉപോഷ്ണ മേഖല ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാ? വാണിജ്യവാദമാണോ, ധ്രുവീയവാദമാണോ, പശ്ചിമവാദങ്ങളാണോ, അതോ കാലികവാദങ്ങളാണോ? ഏതാ? അത് പശ്ചിമവാദങ്ങളാണ് അല്ലെ? പശ്ചിമവാദങ്ങളാണ്. ഉപോഷ്ണ മേഖല ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ മേഖലയിലേക്ക് വീശുന്നത് പശ്ചിമവാദങ്ങളും, എന്നാൽ ഉപോഷ്ണ മേഖല ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തോട്ട് വീശുന്നത് ഏത് കാറ്റാ? അത് വാണിജ്യവാദങ്ങളാണ് അല്ലെ? ഇനി ധ്രുവ പ്രദേശങ്ങളിൽ നിന്ന് ഉപദ്രവീയ ഭാഗത്തേക്ക് വീശുന്നതാണെങ്കിലോ? ധ്രുവ പ്രദേശങ്ങളിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദത്തിലേക്ക് വീശുന്നതാണെങ്കിൽ അത് ധ്രുവീയ പൂർവ്വവാദങ്ങളാണ് അല്ലെ? ധ്രുവീയ പൂർവ്വവാദങ്ങളാണ്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏത് ശിലകളാണ്? പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ് അല്ലെ? ആഗ്നേയ ശിലകളാണ്. കേരളത്തിൽ ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം. കേരളത്തിൽ ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? അത് കുണ്ടറയാണ് അല്ലെ? കുണ്ടറ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ജില്ലയിലാണ് കുണ്ടറ? കൊല്ലം ജില്ലയിലാണ്. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം എന്ന് വെച്ചാൽ നമ്മുടെ നബാർഡാണ്. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്നത് 1982 ജൂലൈ 12 അല്ലെ? 1982 ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് ജൂലൈ 12 അല്ലെ? ജൂലൈ 12. പിന്നെ അവിടെ ചോദ്യം ചോദിക്കാറുണ്ടല്ലോ, ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് രൂപീകൃതമായതെന്ന് അല്ലെ? ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം? അതെ, ശിവരാമൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയില് ധവള വിപ്ലവം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപാദനം, ക്ഷീര ഉൽപാദനം, കാർഷിക ഉൽപാദനം, മത്സ്യ ഉൽപാദനം. ഏതാ?
ക്ഷീരോത്പാദനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താ? ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം ഏത് പദ്ധതിയുടെ ഭാഗത്തായിരുന്നു? ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു? 5 ആണോ? അല്ല. 4-ാം പഞ്ചവത്സര പദ്ധതി അല്ലെ? 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കേട്ടോ. 4-ാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? അതെ, പ്രൈം മിനിസ്റ്റർ ആണ് അല്ലെ? നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്റർ ആണ്. 1991-ലെ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക. ഇത് അതിൽ ഉൾപ്പെട്ടതാണോ? 1991-ലെ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെട്ടതാണോ? ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കല് പെട്ടതാണ്. വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക. വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലെ? ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? അത് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിരുന്നു. അല്ല. അത് പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിരുന്നു അല്ലെ? അപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിരുന്നു. അത് ഉദാരവൽക്കരണ നടപടികളല്ല. അപ്പൊ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക. ഇത് ഈ 91-ലെ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കല് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. 1991-ലെ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങളെ ഇല്ലാതാക്കുക. പിന്നെ ഏതായിരുന്നു? വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക. വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക. ഈ 3 കാര്യങ്ങളാണ് ഉദാരവൽക്കരണ നടപടികളുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമായിരുന്നു? പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26-ാമത് ഗവർണർ ആയി നിയമിതനായത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26-ാമത് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് അല്ലെ? സഞ്ജയ് മൽഹോത്രയാണ്. തൊട്ട് മുന്നത്തെ 25-ാമത്തെ ഗവർണർ ചോദിച്ചാലോ? 25-ാമത്തെ ഗവർണറാണ് ആര്? ആരാ? ശക്തികാന്ത ദാസ് അല്ലെ? ശക്തികാന്ത ദാസ്. അതിനും മുന്നേയുള്ള ആളായിരുന്നു ഉർജിത് പട്ടേൽ അല്ലെ? അപ്പൊ ഉർജിത് പട്ടേൽ 24, ശക്തികാന്ത ദാസ് 25, സഞ്ജയ് മൽഹോത്ര 26 ആണ് കേട്ടോ. 26 ആണ്. 2024-ൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69-ാമത് അംഗമായ രാജ്യം ഏതാണ്? 2024-ൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69-ാമത് അംഗമായ രാജ്യം ഏതാണ്? ഇസ്രയേൽ, അർജന്റീന, സൗദി അറേബ്യ, ക്യൂബ. ഏതാണ്? ഇസ്രയേലാണ് അല്ലെ? ഇസ്രയേലാണ്. 2024-ൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69-ാമത് അംഗമായ രാജ്യം ഏതാണ്? ഇസ്രയേലാണ്. ഇസ്രയേലാണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് പറയണം. പഞ്ചായത്തി രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. ശരിയാണോ ഇത്? പഞ്ചായത്തി രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണോ? ശരിയാണ്. പഞ്ചായത്തി രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 40 ആണ്. ആണോ? 40 ആണോ? പഞ്ചായത്തി രാജിനെ കുറിച്ച് പറയുന്നത്? അതെ, ശരിയാണ്. പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 24 ആണോ? പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്? അല്ല, അത് തെറ്റിപ്പോയി അല്ലെ? പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 24 അല്ല, ഏപ്രിൽ 24 ആണ് അല്ലെ? ഏപ്രിൽ 24 ആണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഇത് ശരിയാണോ? ഇന്ത്യയിലെ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? അതെ, ബൽവന്ത് റായ് മേത്തയാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു ശരിയായ പ്രസ്താവനകള്? പഞ്ചായത്തി രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാര? അത് 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അല്ലെ? ഇനി പഞ്ചായത്തി രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ ചോദിച്ചാല് അത് 40 ആണ് അല്ലെ? 40 ആണ്. പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് അത് ഏപ്രിൽ 24 ആണ്, ഓഗസ്റ്റ് 24 അല്ല. ഇനി ഇന്ത്യയിൽ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ?
ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ് അല്ലെ. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഇന്ത്യയിൽ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഉണ്ട് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? സുവർണ ത്രികോണം ഏതാ? 14, 19, 21 അല്ലെ. 14, 19, 21 ഇത് മൂന്നും കൂടിയാണ് എന്തറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ അല്ലെ. ഈ 19 എന്താ പറയുന്നത്? 19 പറയുന്നത് മൗലിക സ്വാതന്ത്ര്യങ്ങൾ അല്ലെ. 6 തരം മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് 19 പറയുന്നത്. 14 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 14 എന്തിനെ കുറിച്ചാ? എന്തിനെ കുറിച്ചാ? സമത്വത്തെ കുറിച്ച് അല്ലെ. അതായത് നിയമസമത്വമാണ് 14 പറയുന്നത്. ഇനി 21 21 ജീവനും സ്വത്തും സംബന്ധിച്ചത് അല്ലെ. ജീവനും സ്വത്തും സംരക്ഷിക്കുന്നത് സംബന്ധിച്ചാണ് എന്ത്? 21 അല്ലെ. 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും അല്ലെ. ഓക്കെ. അപ്പൊ ഈ 3 ആർട്ടിക്കിളുകളാണ് എന്ത് പറയുന്നത്? സുവർണ ത്രികോണം 14, 19, 21. ഇതിലെന്നെ അടിത്തറ ഏതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. അടിത്തറ ഈ മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഏതാണ്? മൗലികാവകാശങ്ങളുടെ അടിത്തറ 21 നട്ടെല്ല് എന്നറിയപ്പെടുന്നതോ? മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതോ? അത് ആർട്ടിക്കിൾ 19 താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെന്റിന്റെ ശിഷ്ടാധികാരത്തിൽ പെടാവുന്നത് ഏത്? രാജ്യരക്ഷ, ആണവ ഗവേഷണം, സൈബർ നിയമങ്ങൾ, തീർത്ഥാടനം. ഇതിലേതാണ് ശിഷ്ടാധികാരത്തിൽ വരുന്നത്? ശിഷ്ടാധികാരത്തിൽ സൈബർ നിയമങ്ങളാണ് അല്ലെ. അപ്പൊ ശിഷ്ടാധികാരങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? അവശിഷ്ടാധികാരങ്ങൾ പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 248 അല്ലെ. 248 ആർട്ടിക്കിള്. അതുപോലെ നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം കടം കൊണ്ടത് എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് അവശിഷ്ടാധികാരങ്ങൾ? അത് കാനഡയിൽ നിന്നാണ്. കാനഡയിൽ നിന്നാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരാണ്? ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരാണ്? ദാക്ഷായണി വേലായുധനാണ് അല്ലെ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത എന്ന് പറയുന്നത് ദാക്ഷായണി വേലായുധനാണ്. എന്നാല് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന മലയാളി വനിതകൾ എന്ന് ചോദിച്ചാലോ? അവിടെ 3 പേരുണ്ട് അല്ലെ. മലയാളി വനിതകൾ എന്ന് ചോദിച്ചാല് ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ, പിന്നെ അമ്മു സ്വാമിനാഥൻ 3 പേരാണുള്ളത് അല്ലെ. അതിൽ ദളിത് വനിത ചോദിക്കുമ്പോൾ ആരാണ്? അത് ദാക്ഷായണി വേലായുധനാണ്. ആനി മസ്ക്രീൻ തിരുവിതാംകൂറിനെയും പിന്നെ അമ്മു വിശ്വനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നുമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. മദ്രാസിൽ നിന്നുമായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതൊക്കെയാ? 3 രീതിയിൽ നഷ്ടപ്പെടാൻ പറ്റും. ഏതൊക്കെയാ? സ്വമേധേയ അല്ലെ. സ്വമേധേയ അതായത് പരിത്യാഗം ചെയ്യുക അല്ലെ. പരിത്യാഗം ചെയ്യുക, പൗരത്വ അപഹാരം, നിർത്തലാക്കൽ. 3 രീതികൾ അല്ലെ. പരിത്യാഗം, പൗരത്വ അപഹരണം, നിർത്തലാക്കൽ. ഇത് 3 രീതികളാണ് അല്ലെ. ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികള് പൗരത്വ അപഹരണം, പരിത്യാഗം, നിർത്തലാക്കൽ. പൗരത്വത്തെ കുറിച്ച് പറയുന്ന ഭാഗം ചോദിച്ചാൽ എന്ത് പറയും? പൗരത്വത്തെ കുറിച്ച് പറയുന്ന ഭാഗം. ഭാഗം പറഞ്ഞാൽ ഏതാ? അത് ഭാഗം 2 ആണ്. ഇനി ആർട്ടിക്കിൾ പറയുകയാണെങ്കിലോ? ആർട്ടിക്കിള് എവിടെ മുതലാ? 5 മുതൽ 11 വരെയാണ് ആർട്ടിക്കിൾ അല്ലെ. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഏത് തരം പൗരത്വമാണ് നിലനിൽക്കുന്നത്? ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഏത് തരം പൗരത്വമാണ്? ഏത് തരം പൗരത്വ? ഏക പൗരത്വമാണ്. ഏക പൗരത്വമാണ്. ഏക പൗരത്വം എന്ന ആശയം നമ്മൾ കടം കൊണ്ടത് എവിടെ നിന്നാ? ഏക പൗരത്വം എന്ന ആശയം നമ്മൾ കടം കൊണ്ടത് എവിടെ നിന്നാണ്? അത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആരാണ്? അത് ഡി ഗുഗേഷ് ആണ് അല്ലെ. ഡി ഗുഗേഷ്. ദൊമ്മരാജു ഗുഗേഷ് അല്ലെ. അപ്പൊ ഡി ഗുഗേഷ് ആണ്. ഡി ഗുഗേഷ് ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ഗ്യാനേഷ് കുമാർ ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ്. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? കേരളത്തില് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അംഗത്തിന് നിലവിൽ എത്ര രൂപയാണ് നൽകുന്നത്? 1600 രൂപയാണ് അല്ലെ. 1600 രൂപയാണ്. ഇനി
താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പറയണം. കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. ഇത് ശരിയാണോ? അതെ, ശരിയാണ്. അല്ലെ? ശരിയാണ്. ഉം. അപ്പൊ കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് എന്ത്? കിഫ്ബി. കേട്ടോ, കിഫ്ബി. ഈ കിഫ്ബിയുടെ ചെയർമാൻ ആരായിരിക്കും? കിഫ്ബിയുടെ ചെയർമാൻ ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. കേട്ടോ, മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പൊ ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് തന്നിട്ടുണ്ട്. അത് തെറ്റാണ്. അല്ലെ? ഓക്കെ. അപ്പൊ ഇതില് 1 മാത്രാണ് ശരിയായിട്ടുള്ളത്. കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. കേട്ടോ, കിഫ്ബി. കിഫ്ബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? വർഷം ഏതായിരുന്നു കിഫ്ബി? കിഫ്ബിയുടെ വർഷം 99 ആണ് അല്ലെ? 99 ആണ്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണേ. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായിട്ട് വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായിട്ട് നൽകണം? 2005 വിവരാവകാശ നിയമപ്രകാരം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര നൽകണം? വേണ്ട അല്ലെ? അപ്പൊ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വിഭാഗങ്ങൾക്ക് എന്തില്ല? ഫീസ് ഇല്ല അല്ലെ? ഫീസ് ഇല്ല. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന്? ആരായിരിക്കും? അത് മുഖ്യമന്ത്രിയാണ് അല്ലെ? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാണ്. ഏതാ വർഷം? കേരള തണ്ണീർത്തട അതോറിറ്റിയുടെ വർഷം പറഞ്ഞേ. വർഷം ഏതാ? 2008 അല്ലെ? 2008 28 നമ്പർ ആക്ട് ആണ് അല്ലെ? 2008 28 നമ്പർ ആക്ട് ആണ് കേരള തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. ഇനി താഴെ പറയുന്ന പ്രസ്താവനകളില് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പറയണം. സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ 1967 രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ബോർഡ്. ഇത് ശരിയാണോ? ഈ പ്രസ്താവന ശരിയാണ് അല്ലെ? ഇപ്പൊ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967 സാമ്പത്തിക ആസൂത്രണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കുന്നു. ആരാണ് അധ്യക്ഷൻ ഉണ്ടാവുക? ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ് ഉണ്ടാവുക? ചെയർമാൻ എപ്പോഴും ആരാ? അത് CM ആണ് അല്ലെ? അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ് അല്ലെ? CM ആണ് എന്തുണ്ടാവുക? അധ്യക്ഷനായിട്ട് ഉണ്ടാവുക. ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുൻപ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള ഇക്കണോമിക് റിവ്യൂ. ഇത് ശരിയാണോ? ശരിയാണ് കേട്ടോ. അപ്പൊ അവിടെ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുണ്ടായിരുന്നത്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967 അതുപോലെ അതിന്റെ അധ്യക്ഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? അത് മുഖ്യമന്ത്രി ആയിരിക്കും. അതുപോലെ വേറെ എന്താ പറഞ്ഞത്? എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുൻപ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള ഇക്കണോമിക് റിവ്യൂ. കേരള ഇക്കണോമിക് റിവ്യൂ കേട്ടോ. കേരള ഇക്കണോമിക് റിവ്യൂ. 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? എത്രാമത്തെ കേരള നിയമസഭയാ? 15ാമത് കേട്ടോ. 15 ആണ് 2021 നിലവിൽ വന്നത് കേരളത്തിലെ 15ാമത് നിയമസഭയാണ് കേട്ടോ. 2021 നിലവിൽ വന്നത് കേരളത്തിലെ 15ാമത് നിയമസഭയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേരെന്താണ്? 4 ഓപ്ഷൻ തരാം. സേവന, സ്മാർട്ട്, സഞ്ജയ, സുഗമ. ഏതാണ്? സ്മാർട്ട് ആണ് കേട്ടോ. സ്മാർട്ട് ആണ്. കേരളത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് സ്മാർട്ട്. ഒരു പാരിസ്ഥിതിക സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണെന്ന്? ഏതാണ് ആ സിദ്ധാന്തം?
അത് റിവറ്റ് പോപ്പർ സിദ്ധാന്തമാണ് കേട്ടോ. റിവറ്റ് പോപ്പർ സിദ്ധാന്തമാണ് ഒരു പാരിസ്ഥിതിക സമൂഹത്തിന്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥയെ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ഏതാ? റിവറ്റ് പോപ്പർ സിദ്ധാന്തം. റിവറ്റ് പോപ്പർ സിദ്ധാന്തം. HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി ഏതാണ്? HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായിട്ട് വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി ഏതാണ്? അത് ആന്റി റിട്രോ വൈറൽ തെറാപ്പിയാണ് അല്ലെ. ആന്റി റിട്രോ വൈറൽ തെറാപ്പി. അതന്നെ ആന്റി റിട്രോ വൈറൽ തെറാപ്പി അല്ലെ. ആന്റി റിട്രോ വൈറൽ തെറാപ്പി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന്. സ്കൂൾ വിദ്യാർത്ഥികളില് അത് വിമുക്തിയാണോ? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഉണർവാണ് കേട്ടോ. ഉണർവാണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? ഉണർവ്. ഉണർവ്. ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് താഴെ പറയുന്നവയിൽ ഏതാണെന്ന്. സൈക്ലോസ്പോറിൻ എ, സ്റ്റാറ്റിൻ, മനോ മനോമൈസിൻ, ആംബോടെറിസിൻ ബി. ഇതിലേതാണ്? ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് അത് സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നതാണ് കേട്ടോ. സൈക്ലോസ്പോറിൻ എ. അപ്പൊ ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് ഏതാണ്? സൈക്ലോസ്പോറിൻ. സൈക്ലോസ്പോറിൻ കേട്ടോ. സൈക്ലോസ്പോറിൻ എ ആണ്. അപ്പൊ നമുക്കറിയാം ഈ ശ്വേതരക്താണുക്കള് ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നവയുണ്ട് അല്ലെ. ഇപ്പൊ ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയാ? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ബേസോഫിൽ, മാക്രോഫേജസ്. ഇതിൽ ഏതൊക്കെയാണെന്ന് പറ. ഏതൊക്കെയാ? ന്യൂട്രോഫിൽ ഉണ്ട് നമുക്കറിയാം, മോണോസൈറ്റ് ഉണ്ട്. ഇത് രണ്ടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഓപ്ഷനില് എന്തുണ്ട്? 3 വരുന്നുണ്ട്. ഏതാണെന്നറിയോ? ഈ മാക്രോഫേജസും എന്താണ്? ഒരു ഫാഗോസൈറ്റിസിസ് ആണ് കേട്ടോ. ഫാഗോസൈറ്റോസിസ് ആണ്. ഫാഗോസൈറ്റോസിസ് ആണ്. അപ്പൊ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാ? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫേജസും ഉണ്ട് കേട്ടോ. മാക്രോഫേജസും കൂടി അതിൽ വരുന്നതാണ്. മാക്രോഫാജസ്, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫേജസ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണെന്ന്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞത്, അതായത് ഏറ്റവും ഒടുവിലായിട്ട് രൂപീകരിക്കപ്പെട്ട വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഏതാ? അത് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് അല്ലെ. കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാ? കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവരെ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മൈക്രോ RNA, ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി, കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പന ചെയ്യുന്നതിന്, കൃത്രിമ നാഡീവ്യവസ്ഥയെ അടിസ്ഥാനമാക്കി മെഷീൻ ലേണിംഗിന്റെ കണ്ടുപിടുത്തം. ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം ഉണ്ടോ? മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം ഉണ്ട് അല്ലെ. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം ഉണ്ട്. അതുപോലെ ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുക. ഇത് രണ്ടെണ്ണമാണ് ഉള്ളത് കേട്ടോ. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം, ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന്. ഇതിന് രണ്ടിനുമാണ് എന്ത് കിട്ടിയത്? 2024 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരില് ഓപ്ഷൻ കണ്ടാൽ അറിയാം. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? വാലി ഓഫ് ഷെപ്പേർഡ്സ്. പഹൽഗാം ആണ് കേട്ടോ. അപ്പൊ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണത്. ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത് പഹൽഗാം ആണ്. പഹൽഗാം. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നത് ഏതിനായിരിക്കും? സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഏതാണ്?
വിസരണം ഏറ്റവും കൂടുതൽ വയലറ്റിനാണ് അല്ലെ. വയലറ്റിന് ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നു എന്ന് വെച്ചാൽ തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റിന് വിസരണം സംഭവിക്കും അല്ലെ. എന്നാൽ തരംഗദൈർഘ്യം കൂടുതൽ ഏതിനാ? തരംഗദൈർഘ്യം കൂടുതൽ ഏതിനാ? അത് ചുവപ്പിനാണ് അല്ലെ. അപ്പൊ ഇത് വിസരണം സംഭവിക്കാതെ കൂടുതൽ ദൂരത്തേക്ക് എത്തുന്നു. ആവൃത്തി കൂടിയത് ചോദിച്ചാലോ? ആവൃത്തി കൂടിയത് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഈ സൂര്യപ്രകാശത്തിലെ ഏത് നിറത്തിനാണ് ആവൃത്തി കൂടുതൽ എന്ന് ചോദിച്ചാൽ വയലറ്റിനാണ്. ആവൃത്തി കൂടുതൽ വയലറ്റിന്, തരംഗദൈർഘ്യം കൂടുതല് റെഡിന്. അപ്പൊ തരംഗദൈർഘ്യം കൂടിയ റെഡ് ദൂരത്തേക്ക് എത്തും. എന്നാല് തരംഗദൈർഘ്യം കുറഞ്ഞ ആവൃത്തി കൂടിയ വയലറ്റിന് എന്ത് സംഭവിക്കും? വിസരണം സംഭവിക്കും കേട്ടോ. വിസരണം സംഭവിക്കും. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിലൂടെ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരാണ്? തറയിലൂടെ നമ്മൾ ഒരു വസ്തുവിനെ ഇങ്ങനെ ചലിപ്പിക്കുകയാണെങ്കിൽ അത് ഏത് ബലത്തിനെതിരാണ്? അത് ഘർഷണ ബലത്തിനെതിരാണ് അല്ലെ. ഘർഷണ ബലത്തിന് എതിരാണ്. ഘർഷണ ബലത്തിന് എതിരാണ് അല്ലെ. ഒരു വസ്തുവിന്റെ ചലനത്തെ തടയുന്ന ബലമാണ് എന്ത്? ഘർഷണ ബലം. ഘർഷണ ബലം അല്ലെ. ഒരു വസ്തുവിന്റെ ചലനത്തെ തടയുന്ന ബലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഘർഷണ ബലം. രണ്ട് തരത്തിലുള്ള ഘർഷണ ബലങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ഉരുളൽ ഘർഷണമുണ്ട്, നിരങ്ങൽ ഘർഷണമുണ്ട് അല്ലെ. ഇതിൽ ഏത് ഘർഷണമായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ഉരുളൽ ഘർഷണാണോ കൂടുക? നിരങ്ങൽ ഘർഷണാണോ? നിരങ്ങൽ ഘർഷണം അല്ലെ. ഒരു വസ്തുവിനെ നിരക്കി കൊണ്ടുപോകുമ്പോൾ ഇത്തിരി കൂടി പ്രയാസമാകും. എന്നാൽ ഉരുട്ടി വിടുമ്പോൾ പെട്ടെന്ന് പോകും. അത് കാരണം എന്താ? ഉരുട്ടി വിടുമ്പോൾ അവിടെ ഘർഷണം കുറവാണ്. അതായത് നിരങ്ങൽ ഘർഷണാണ് കൂടുതൽ അല്ലെ. നിരങ്ങൽ ഘർഷണാണ് കൂടുതൽ. ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാ? ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാ? ഖരമാധ്യമമാണ് കേട്ടോ. ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് ഖരമാധ്യമമാണ്. 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്ക അല്ലെ. ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്താണ്? എന്താണ്? S-400 ട്രയംഫ് അല്ലെ. S-400 ട്രയംഫ് ആണ്. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായിട്ട് ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനമാണ് എന്ത്? S-400 ട്രയംഫ്. S-400 ട്രയംഫ്. അപ്പൊ 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാ? 2025 നവംബറിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് അത് സൗത്ത് ആഫ്രിക്കയാണ് അല്ലെ. സൗത്ത് ആഫ്രിക്കയാണ്. ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യത്തിന് എന്ത് സംഭവിക്കും? വിനാഗിരി ഒഴിച്ചാൽ ശുദ്ധജലത്തിന്റെ pH എന്ത് ചെയ്യും? കുറയും അല്ലെ. ആസിഡ് ആണ് അല്ലെ. വിനാഗിരി അസിഡിക് ഗുണമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിനാഗിരി ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും? pH മൂല്യം കുറയും. ആറ്റോമിക സംഖ്യ 20 ആയ മൂലകം ആവർത്തന പട്ടികയിലെ ഏത് ബ്ലോക്കിൽ പെടുന്നു? ആറ്റോമിക സംഖ്യ 20 ആയ മൂലകം ആവർത്തന പട്ടികയിലെ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ആറ്റോമിക സംഖ്യ 20 എന്ന് പറയുമ്പോൾ ഏതാ? കാൽസ്യം ആണ് അല്ലെ. കാൽസ്യം ഏത് ബ്ലോക്കിലാ? കാൽസ്യം, സ്ട്രോൺഷ്യം എന്നൊക്കെ പറയുന്നത് ഏത് ബ്ലോക്കിലാ? എസ് ബ്ലോക്കിലാണ് അല്ലെ. എസ് ബ്ലോക്കിലാണ്. അപ്പൊ ആറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിലെ ഏത് ബ്ലോക്കിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ എസ് ബ്ലോക്കിലാണ് കേട്ടോ. എസ് ബ്ലോക്കിലാണ്. അമോണിയയുടെ തന്മാത്രാഭാരം 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STPയിൽ എത്ര വ്യാപ്തം എടുക്കും? അത് 44.8 ലിറ്റർ ആണ്. അമോണിയയുടെ തന്മാത്രാഭാരം 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STPയിൽ എത്ര വ്യാപ്തം എടുക്കും എന്ന് ചോദിച്ചാൽ 44.8 ലിറ്റർ ആണ് കേട്ടോ. 44.8 ലിറ്റർ ആണ്. താഴെ പറയുന്നവയിൽ ഏത് ആസിഡ് ആണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുക? സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഏത് ആസിഡാ ഉപയോഗിക്കുക? ഞാൻ 4 ഓപ്ഷൻ വായിക്കാം. ബോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ്. ഏതാ?
അത് നൈട്രിക് ആസിഡ് ആണ് കേട്ടോ. ഈ സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ് ആണ്. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഡേവിഡ് ബെക്കറിന് ലഭിച്ചത് എന്തിനാണ്? 2024 രസതന്ത്ര നൊബേൽ സമ്മാനം ഡേവിഡ് ബെക്കറിന് ലഭിച്ചത് എന്തിനാണ്? കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് അല്ലെ. കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പന. കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പന. താഴെ തന്നിരിക്കുന്നവയിലെ അനുഷ്ഠാന കല അല്ലാത്തത് ഏതാണെന്ന് പറയണേ. തെയ്യം, മുടിയേറ്റ്, പടയണി, കൂടിയാട്ടം. ഇതിൽ അനുഷ്ഠാന കല അല്ലാത്തത് ഏതാ? ആ കൂടിയാട്ടാണ്. കൂടിയാട്ടാണ്. എന്ന് വെച്ചാൽ കൂടിയാട്ടം ഒരു ക്ഷേത്രകലയാണ് അല്ലെ. കൂടിയാട്ടം ഒരു ക്ഷേത്രകലയാണ്. അമ്പലങ്ങളിൽ വെച്ചിട്ടാണ്, കൂത്തമ്പലങ്ങളിൽ വെച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത് അല്ലെ. തെയ്യം, പടയണി, മുടിയേറ്റ് എന്നിവയെല്ലാം അനുഷ്ഠാന കലകളാണ് കേട്ടോ. ഇതിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട രണ്ടെണ്ണം ഏതാ? ഈ 4 ഓപ്ഷനിലെ യുനെസ്കോ പൈതൃക പട്ടികയില് കൂടിയാട്ടവും മുടിയേറ്റും ഉണ്ട് അല്ലെ. ഈ മുടിയേറ്റ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം ഏതായിരുന്നു? മുടിയേറ്റ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം ഏതായിരുന്നു? 2010. 2010 ആണ്. മുടിയേറ്റ് 2010 ആണ് കേട്ടോ. മുടിയേറ്റ് 2010 ആണ്. അപ്പോ അനുഷ്ഠാന കല അല്ലാത്തത് കൂടിയാട്ടാണ്. കൂടിയാട്ടം ഒരു ക്ഷേത്ര കലയാണ് കേട്ടോ. തെയ്യം, മുടിയേറ്റ്, പടയണി എന്നൊക്കെ പറയുന്നത് അനുഷ്ഠാന കലകളാണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? അത് ജി.വി. രാജയാണ് അല്ലെ. ഗോദവർമ്മ രാജ എന്നറിയപ്പെടുന്ന ജി.വി. രാജയാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഈ ജി.വി. രാജ വേറെ ചില പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലെ. എന്താ അത്? കായിക കേരളത്തിന്റെ പിതാവ് അല്ലെ. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഏതാണ് ആ ദിനം? ഏതാണ് ആ ദിനം? ഒക്ടോബർ 13 അല്ലെ. അപ്പൊ ജി.വി. രാജ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹമാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ജി.വി. രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 ആണ് എന്തായിട്ട് ആചരിക്കുന്നത്? കേരള കായിക ദിനം അല്ലെ. അപ്പോ നമ്മുടെ രാജ്യത്തിലെ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഏതാ? ദേശീയ കായിക ദിനം. ദേശീയ കായിക ദിനം ഏതായിരുന്നു? അത് ഓഗസ്റ്റ് 29 ആണ് അല്ലെ. ഓഗസ്റ്റ് 29 ആണ്. ആരുടെ ജന്മദിനാണിത്? ഈ ഓഗസ്റ്റ് 29? ധ്യാൻ ചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ആണ് ദേശീയ കായിക ദിനം. കേരളത്തിന്റെ ദേശീയ കായിക ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 13 ആണ്. ജി.വി. രാജയുടെ ജന്മദിനമാണ് അല്ലെ. ജി.വി. രാജയുടെ മുഴുവൻ പേരെന്താ? ഗോദവർമ്മ രാജ. ഗോദവർമ്മ രാജ. ഇദ്ദേഹമായിരുന്നു കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? അത് കുഞ്ഞനന്തൻ നായരാണ് അല്ലെ. തിക്കൊടിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ഞനന്തൻ നായരാണ്. കുഞ്ഞനന്തൻ നായർ. ഓക്കെ. ഇനി അവിടെ ഒരു കവിതയിലെ വരികൾ തന്നിട്ടുണ്ട്. ഇത് ഈ കവിതയുടെ കർത്താവ് ആരാ? ഏത് കൃതിയാണ് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. താരിതു മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ പാപശിലാകൂടത്തിനുയിരാം കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ എന്ന് തുടങ്ങുന്ന 4 വരികൾ കേട്ടോ. ഇത് ആരുടെയാണ് അല്ലെങ്കിൽ ഏത് കൃതിയാണ് എന്നൊക്കെയാണ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വയലോപ്പിള്ളി ശ്രീധരമേനോൻ വിട, വയലോപ്പിള്ളി ശ്രീധരമേനോൻ കടൽക്കാക്കകൾ, സുഗതകുമാരി ഇരുൾ ചിറകുകൾ, സുഗതകുമാരി പാവം മാനവഹൃദയം. അപ്പൊ ആരുടെ ഏത് കവിതയിൽ നിന്നുള്ള വരികളാണിത്? സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകൾ അല്ലെ. സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകളാണ് കേട്ടോ. സുഗതകുമാരിയുടെ ഈ ഇരുൾ ചിറകുകൾ എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് ഈ പറഞ്ഞത്. ഏതാ? താരിതു മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ തൃച്ചേവിടിയിൽ എന്ന് പറയുന്ന വരികൾ ആരുടെയാ? സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകൾ എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ളതാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് അല്ലെ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് മട്ടന്നൂർ ശങ്കരൻ കുട്ടി മാരാരാണ്. ഈ കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാ? കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം
അത് തൃശ്ശൂരാണ് അല്ലെ? തൃശ്ശൂരാണ്. ഇനി ഇവരുടെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടല്ലോ. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഉണ്ടല്ലോ. അതേതാ? കേളിയാണ് അല്ലെ? കേളിയാണ്. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാ? പായൽ കപാഡിയാണ് അല്ലെ? പായൽ കപാഡിയ. അപ്പൊ എന്ത് അവാർഡായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? 77ാമത് കാൻ ചലച്ചിത്രമേളയിലെ ഗ്രാൻഡ് പ്രീ അവാർഡ് കേട്ടോ. ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ചലച്ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നതായിരുന്നു. പായൽ കപാഡിയാണ് എന്ത്? സംവിധായിക. ഓക്കെ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സ്വാധികത്തിന്റെ കർത്താവ് ആരാണ്? 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സ്വാധികം എഴുതിയതാരാണ്? പ്രഭാവർമ്മയാണ് അല്ലെ? പ്രഭാവർമ്മ. 2023 സരസ്വതി സമ്മാൻ ആർക്കാ കിട്ടിയത്? പ്രഭാവർമ്മയുടെ രൗദ്ര സ്വാധികം എന്ന കൃതിക്കായിരുന്നു. ഡാഷിന് ഉദാഹരണമാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. ആന്റി വൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് സംഭവം? ആന്റി വൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് അല്ലെ? ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ് ഏത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ഒരു ആന്റി വൈറസ് സോഫ്റ്റ്വെയർ കേട്ടോ. ആന്റി വൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. HDMIയുടെ പൂർണ്ണ രൂപം എന്താണെന്ന്? HDMI എന്തായിരിക്കും? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർനെറ്റ്, ഹൈ ഡെഫിനിഷൻ മൾട്ടിപർപ്പസ് ഇന്റർഫേസ്, മൾട്ടിപ്പിൾ ഇന്റർഫേസ്, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ഏതാണ്? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ് കേട്ടോ. HDMI എന്നതിന് പൂർണ്ണരൂപം എന്താണ്? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ്. മൾട്ടിമീഡിയ ഇന്റർഫേസ്. ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. ഏത് ഫോർമാറ്റിലാണ് ജിംബില് ഒരു അനിമേഷനെ സേവ് ചെയ്യേണ്ടത്? GIF എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കേട്ടോ. GIF എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ജിംബില് ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ എന്താണ്? GIF എന്ന ഫോർമാറ്റിൽ സേവ് ചെയ്യണം. താഴെ പറയുന്നതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? ഇപ്പൊ എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പ്യൂട്ടറിന്റെ ഭാഗത്തു നിന്ന് അല്ലെ? ഏതാണ് താഴെ പറയുന്നതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന 4 ഏതാണ്? മോസില്ല ഫയർഫോക്സ്, ഡക്ക് ഡക്ക് ഗോ, ഗൂഗിൾ, ഡോൾഫിൻ. ഇതിൽ ഏതാണ് വെബ് ബ്രൗസർ അല്ലാത്ത എന്നാ ചോദിച്ചേ? വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ഗൂഗിൾ. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണ് അല്ലെ? ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ഓക്കെ. അപ്പൊ സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ, യാഹൂ. ശരിക്കും ഇതിൽ തന്നിരിക്കുന്ന ഈ ഡക്ക് ഡക്ക് ഗോയും ഒരു സെർച്ച് എഞ്ചിൻ ആണ് കേട്ടോ. ഡക്ക് ഡക്ക് ഗോ അത് സെർച്ച് എഞ്ചിൻ ആണ്. ഡക്ക് ഡക്ക് ഗോയും സെർച്ച് എഞ്ചിൻ ആണ്. അതുപോലെ ബിങ് അല്ലെ? ബിങ് ഇതെല്ലാം എന്താണ്? സെർച്ച് എഞ്ചിനുകളാണ് കേട്ടോ. സെർച്ച് എഞ്ചിനുകളാണ്. ഏതൊക്കെയാ? ഗൂഗിൾ, യാഹൂ, അതുപോലെ ഡക്ക് ഡക്ക് ഗോ, ബിങ് ഇതെല്ലാം എന്താണ്? സെർച്ച് എഞ്ചിനുകളാണ്. ഇനി വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? മോസില്ല ഫയർഫോക്സ് അല്ലെ? മോസില്ല ഫയർഫോക്സ്, അതുപോലെ വേറെ ഏതായിരുന്നു? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, സഫാരി ഇതെല്ലാം വെബ് ബ്രൗസർ ആണ് അല്ലെ? വെബ് ബ്രൗസർ ആണ്. ഓക്കെ. കമ്പ്യൂട്ടറിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണെന്ന്? സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് കേട്ടോ. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. അത്രയും കമ്പ്യൂട്ടറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നേ. അപ്പൊ കമ്പ്യൂട്ടറിലെ ക്വസ്റ്റ്യനുകൾ ഒന്നുകൂടി ഞാൻ ഒന്ന് ആവർത്തിച്ച് വായിക്കുകയാണ്.
ഈ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്തിന് ഉദാഹരണമായിരുന്നു? ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇതൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. HDMIയുടെ പൂർണ്ണരൂപം എന്തായിരുന്നു? HDMI എന്നതിന്റെ പൂർണ്ണരൂപം എന്തായിരുന്നു? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് അല്ലെ? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ് കേട്ടോ. മൾട്ടിമീഡിയ അതാണ് അവർ മാറ്റി മാറ്റി തന്നത്. മൾട്ടിപ്പിൾ, മൾട്ടിമീഡിയ എന്നൊക്കെ മാറ്റി മാറ്റി തന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ അല്ല, മൾട്ടിമീഡിയ ആണ്. ഇനി ജിംബിൽ ഒരു അനിമേഷൻ സേവ് ചെയ്യാൻ അതിന് നമ്മൾ ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യണ്ടേ? ജിംബിൽ ഒരു അനിമേഷൻ സേവ് ചെയ്യണമെങ്കിൽ ഏതായിരിക്കണം ഫോർമാറ്റ്? GIF ആയിരിക്കണം. ഇനി വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു. ഏതായിരുന്നു വെബ് ബ്രൗസറിന് ഇവിടെ ഉദാഹരണം അല്ലാത്തത്? ഗൂഗിൾ ആയിരുന്നു അല്ലെ? ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണ്. അപ്പൊ നമ്മൾ കുറച്ച് സെർച്ച് എഞ്ചിനുകളുടെ പേരൊക്കെ പഠിച്ചു വെച്ചു. യാഹൂ, ഗൂഗിൾ, ഡക്ക് ഡക്ക് ഗോ, ബിങ്, ബെയ്ഡു ഇതെല്ലാം എന്താണ്? സെർച്ച് എഞ്ചിനുകളാണ് അല്ലെ? മോസില്ല ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അതുപോലെ ഇവിടെ ഡോൾഫിൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? വെബ് ബ്രൗസറുകളാണ് അല്ലെ? സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് ഒരു പേര് പറഞ്ഞു. എന്തായിരുന്നു അത്? ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലെ? ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നതായിരുന്നു. ഓക്കെ. ഇനി വിവരാവകാശ നിയമത്തിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ടെന്ന് പറഞ്ഞേ? വിവരാവകാശ നിയമത്തിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ടെന്ന് പറഞ്ഞേ? എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത്? 2 ഷെഡ്യൂളുകളാണ് അല്ലെ? അതിൽ ഒന്നാം ഷെഡ്യൂളിൽ എന്താ പറയുന്നത്? ഈ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞ അല്ലെ? വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഒന്നാം ഷെഡ്യൂളിൽ പറയുന്നത്. രണ്ടാം ഷെഡ്യൂളിൽ എന്താ പറയുന്നത്? രണ്ടാം ഷെഡ്യൂളിൽ ഈ വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവ ഏതൊക്കെയാണെന്ന് അല്ലെ? ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നാണ് 2ൽ പറയുന്നത്. അപ്പോൾ 2 ഷെഡ്യൂളുകളാണ് ഉള്ളത്. 1ൽ വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നു. 2ൽ എന്താ പറയുന്നത്? ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ അല്ലെ? ഓക്കെ. ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഈ വിവരാവകാശം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള എന്തിനെ കുറിച്ചാ? എന്തിനെ കുറിച്ചാ? സ്ഥാപനങ്ങൾ കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളുണ്ട്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളാ ഉള്ളത്? 107 വകുപ്പുകളാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളാണുള്ളത്? 107 വകുപ്പുകളുണ്ട് കേട്ടോ. 107 വകുപ്പുകളുണ്ട്. 8 ഭാഗങ്ങളും 107 വകുപ്പുകളാണുള്ളത് കേട്ടോ. 8 ഭാഗങ്ങളും 107 വകുപ്പുകളാണ് ഉള്ളത്. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് എന്നാണ്? ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് 2005 സെപ്റ്റംബർ 13-നായിരുന്നു കേട്ടോ. 2005 സെപ്റ്റംബർ 13-നായിരുന്നേ. എന്നാൽ അവിടെ വേറൊരു ചോദ്യം ചോദിക്കും. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നതെന്ന്? നിലവിൽ വന്നതാണ് എന്ന് 2006 എന്നായിരുന്നു? ഒക്ടോബർ 26-ന്. ശരിയാണ്. 2006 ഒക്ടോബർ 26-ന്. ക്വസ്റ്റ്യൻ 2 തരത്തിൽ വരാം. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് ചോദിച്ചാൽ 2005 സെപ്റ്റംബർ 13-നാണ്. എന്നാൽ ഇത് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാ? 2006 ഒക്ടോബർ 26-നാണ്. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനും ഉള്ള സമയപരിധി. ഒരു പോക്സോ കേസ് എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? സമയപരിധി ഉണ്ടോ? ഈ പോക്സോ കേസിന് സമയപരിധി ഉണ്ടോ? ഇല്ല. സമയപരിധി ഇല്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് പരാതിപ്പെടാം അല്ലെ? ഇപ്പൊ വളരെ കുട്ടിക്കാലത്തിൽ അനുഭവപ്പെട്ട ഒരു പോക്സോ ഒരു ദുരനുഭവമാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞു വേണമെങ്കിലും ആ കേസ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ പോക്സോ കേസ് ഫയൽ ചെയ്യാൻ സമയപരിധി ഇല്ല. പോക്സോ കേസ് ഫയൽ ചെയ്യാൻ സമയപരിധി ഇല്ല. പോക്സോ കേസിന്റെ വർഷം പറഞ്ഞേ. ഈ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം പറഞ്ഞേ. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം 2012 നവംബർ 14-നായിരുന്നു അല്ലെ? 2012 നവംബർ 14-നായിരുന്നു. ഇതിനൊരു ഭേദഗതി വന്നിട്ടുണ്ട് അല്ലെ? ഏത് വർഷമായിരുന്നു ഭേദഗതി? 2019 അല്ലെ? രാജ്യസഭയില് ആരാണ് അവതരിപ്പിച്ചത്? സ്മൃതി സുബിൻ ഇറാനിയാണ് അല്ലെ? സ്മൃതി സുബിൻ ഇറാനിയാണ് എന്ത് ചെയ്തത്? 2019 ഈ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ഓക്കെ. അപ്പൊ പോക്സോ കേസ് ഫയൽ ചെയ്യാൻ സമയപരിധി ഇല്ല. നിലവിൽ വന്നത് 2012 നവംബർ 14-നാണ്. ഇനി ഒരു ഭേദഗതി വന്ന വർഷം 2019-ലാണ്. രാജ്യസഭയിലാണ് ഇത് ആദ്യമായിട്ട് ഈ ബില്ല് അവതരിപ്പിച്ചത്. അതായത് ഈ ഒരു ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് ആരാ? കേന്ദ്ര വനിതാ ശിശു വകുപ്പ് മന്ത്രിയായിരുന്ന സ്മൃതി സുബിൻ ഇറാനിയാണ് അല്ലെ? സ്മൃതി സുബിൻ ഇറാനിയാണ്. ഇനി വേറൊരു
ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ള ഈ പോക്സോ കേസിലെ കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിന് താഴെയുള്ള ആളാണ്? അതും ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടി അത്രയേ ഉള്ളൂ അല്ലെ? ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ല. 18 വയസ്സിന് താഴെയുള്ള ആരെയും എന്തായിട്ടാ പരിഗണിക്കുന്നത്? കുട്ടിയായിട്ടാണ് പരിഗണിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ ആദ്യ സ്പോർട്സ് കേന്ദ്രം അത് തലശ്ശേരിയാണ് കേട്ടോ. കണ്ണൂര് തലശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ്? തലശ്ശേരി. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരാ? 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മിഥുൻ ചക്രവർത്തിയാണ്. മിഥുൻ ചക്രവർത്തി. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മിഥുൻ ചക്രവർത്തിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം പറഞ്ഞേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാ? ഏത് വർഷത്തിലാ? 93 ഒക്ടോബർ 12 അല്ലെ? മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് 93 ഒക്ടോബർ 12 എന്നാൽ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം വന്നത് ഏത് വർഷാണ്? ഏത് വർഷാ? 93 തന്നെയാണ്. 93 സെപ്റ്റംബർ 28 അല്ലെ? ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം വന്നത് എന്നായിരുന്നു? 93 സെപ്റ്റംബർ 28 എന്നാല് കമ്മീഷൻ വന്നത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് 93 ഒക്ടോബർ 12 ഇനി കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് ചോദിച്ചാലോ? കേരള മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് ഏത് വർഷാ? അത് 98 ഡിസംബർ 11 അല്ലെ? 98 ഡിസംബർ 11 98 ഡിസംബർ 11 ഓക്കെ. അപ്പൊ ഇനി നമുക്ക് 10 മലയാളം ക്വസ്റ്റ്യനിലോട്ട് പോവാം. അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്ത്? അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്ത്? 4 ഓപ്ഷൻസ് വായിച്ചു നോക്കാം. സ്വയം പര്യാപ്തമാകുക, തൃപ്തിയാകുക, ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. ഏതാണ്? അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്താണ്? ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ് കേട്ടോ. അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്താണ്? ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എഴുതുക. ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ ശമിച്ചിട്ടില്ല. ഇതിൽ എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടോ? ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ ശമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി അല്ലെ? ഇന്നലെ മുതൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇന്നലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ? അപ്പൊ ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ ശമിച്ചിട്ടില്ല അല്ലെങ്കിൽ നിലച്ചിട്ടില്ല എന്ന് മതി. ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ ശമിച്ചിട്ടില്ല. അത് ശരിയാണോ? നിലച്ചിട്ടില്ല. അപ്പൊ അതിലെന്താ തെറ്റ്? ഇന്നലെ പെയ്തു തുടങ്ങിയ എന്ന് വേണ്ട. അപ്പൊ ശരിയായ ഓപ്ഷൻ ഇതായിരുന്നു. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. അത്രയും മതി. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല എന്ന് മതി. എന്ന് വെച്ചാല് മഴ പെയ്യന്നല്ലേ ചെയ്യുക. പിന്നെ പെയ്ത മഴ എന്ന് അവിടെ എടുത്തു പറയേണ്ട ആവശ്യമില്ല അല്ലെ? മഴ പെയ്യന്നെയാണ് ചെയ്യുക. അപ്പൊ ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പെയ്യുക എന്നുള്ളത് അവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. അതായിരുന്നു കറക്റ്റ് കേട്ടോ. ശരിയായ പദം എടുത്തെഴുതുക. സ്വൈരം എന്ന് എങ്ങനെ എഴുതാം? സ്വൈരം. സ്വൈരം എന്ന് എങ്ങനെ എഴുതാം? സ്വൈരം എന്നാണോ? സ്വൈര്യം എന്നാണോ? സ്വര്യം എന്നാണോ? അവിടെ 4 ഓപ്ഷനുകളും കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ട് എങ്ങനെ എഴുതാം? സ്വൈരം കേട്ടോ. സ്വൈരം. സ്വൈരം. സ്വൈരം എന്നാണ് ശരിയായത്. സ്വൈരം. രം എന്നാണ് കേട്ടോ. സ്വൈര്യം എന്ന് വേണ്ട. അത് തെറ്റാ. ര്യം എന്നത് വേണ്ട. സ്വൈരം. സ്വൈരം. അത് കറക്റ്റ് ആണ്. സ്വൈരം. സ്വൈരം. ഓക്കെ. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്ത് എഴുതി ശരിയായ പദം എടുത്തെഴുതുക. ആ പ്ലസ് ഇടം ചേർത്ത് എഴുതുമ്പോൾ എന്താകും? ആ പ്ലസ് ഇടം എന്നത് ചേർത്ത് എഴുതുമ്പോൾ എന്താകും? അവിടം. കറക്റ്റ് ആണ്. അവിടം അല്ലെ? ആ പ്ലസ് ഇടം ചേർത്ത് എഴുതുമ്പോൾ അവിടം എന്നാകും. കം ഇൻ ഹാൻഡി എന്ന് വെച്ചാൽ എന്താണ്? കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം.
കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥമാണ് എന്താ? തക്ക സമയത്ത് പ്രയോജനപ്പെടുക എന്നതാണ്. തക്ക സമയത്ത് പ്രയോജനപ്പെടുക എന്നതാണ് കേട്ടോ. കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം എന്താ? തക്ക സമയത്ത് പ്രയോജനപ്പെടുക എന്നതാണ്. വിണ്ടലം എന്ന് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? വിണ്ടലം. ഇത് എപ്പോഴും മോസ്റ്റ് പോപ്പുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? വിണ്ടലം ഒന്നുകിൽ പിരിച്ചു തന്നിട്ട് ചേർത്തെഴുതാനോ അല്ലെങ്കിൽ വാക്ക് തന്നിട്ട് പിരിച്ചെഴുതാനോ ചോദിക്കും. വിൺ പ്ലസ് സ്ഥലം കേട്ടോ. വിൺ പ്ലസ് വീണ് എന്ന് വേണ്ട. വിൺ. വിൺ പ്ലസ് സ്ഥലം. വിൺ പ്ലസ് സ്ഥലം വിണ്ടലം. വിണ്ടലം കേട്ടോ. ഇവിടെ ഏതാ സന്ധി എന്ന് ചോദിക്കാറുണ്ട് അല്ലെ? ഒന്ന് പോയിട്ട് മറ്റൊന്ന് വരുന്നത് കൊണ്ട് അവിടെ എന്താണ്? എന്ത് സന്ധിയാണ്? ആദേശ സന്ധിയാണ് അല്ലെ? ത എന്ന അക്ഷരം പോയി ഠ വരും അല്ലെ? അപ്പൊ വിൺ പ്ലസ് സ്ഥലം ചേർത്ത് എഴുതുമ്പോൾ വിണ്ടലം. സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? ആദേശ സന്ധി. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക. കന്ധരം, കന്ധരം, കന്ധരം ചന്ദ്രന്റെ ധ എന്നതാണ് കേട്ടോ. അവിടെ കന്ധരം, കന്ധരം. ഈ കന്ധരത്തിന് ഗുഹ എന്നല്ല അർത്ഥം. അത് സോറി, കഴുത്ത് എന്നല്ല അർത്ഥം. ഗുഹ എന്നാണ് കേട്ടോ. ഗുഹ, ഗുഹ. കഴുത്ത് എന്ന അർത്ഥം വരുന്ന കന്ധരം ഉണ്ടല്ലോ, നമ്മുടെ ഗാന്ധിജി എന്നൊക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ആ ധായിലെ നായും നാ തിരിച്ചിട്ട ധായും ചേരുന്ന ധ അത് വരുമ്പോഴാണ് ഏത്? കന്ധരം, കഴുത്ത് കേട്ടോ. കറക്റ്റ്. കന്ധരം, കഴുത്ത്. എന്നാൽ ഇവിടെ എന്തായിരുന്നു? ഈ ചന്ദനം എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ധായാണ് നന്ദി, ചന്ദനം. ആ കന്ധരം എന്നതിന് എന്താണ് അർത്ഥം? ഗുഹയാണ് കേട്ടോ. ഗുഹ. ഇനി കന്താരം, കന്താരം എന്ന് പറഞ്ഞാൽ എന്താ? പേരാലാണ് കേട്ടോ. പേരാലാണ്. അപ്പൊ കന്ധരം ഗുഹ, കന്താരം, കന്താരം പേരാല് കേട്ടോ. പേരാല്. കന്ധരം ഗുഹ, കന്താരം പേരാല്. ഇനി കഴുത്ത് എന്നർത്ഥം വരുന്ന കന്ധരത്തിന്റെ ആ സ്പെല്ലിംഗ് എന്തായിരുന്നു? അത് നായും നാ തിരിച്ചിട്ട ധായും കൂടി ചേരുന്ന ധ അല്ലെ? കന്ധരം, കന്ധരം എന്ന് വെച്ചാല് കഴുത്താണ് കേട്ടോ. കഴുത്താണ്. ഉത്കർഷത്തിന്റെ വിപരീതം എന്താണ്? ഉത്കർഷം. ഉത്കർഷം എന്നതിന്റെ വിപരീതം എന്തായിരിക്കും? എന്തായിരിക്കും? അപകർഷം അല്ലെ? ഉത്കർഷം എന്നതിന്റെ വിപരീതം എന്താണ്? അപകർഷം. അപകർഷമാണ് അല്ലെ? അപകർഷം. ഉത്കർഷം എന്നതിന്റെ വിപരീതം അപകർഷം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പര്യായ പദം എഴുതുക. ആരാമം, ആരാമം. ആരാമം എന്ന് വെച്ചാൽ എന്താ? കറക്റ്റ് ആണ്. കന്ധരം, കഴുത്ത്, കന്ധരം. ആരാമം. കേരളാരാമം എന്ന പുസ്തകം എഴുതി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അല്ലെ? ആരാമം എന്ന് വെച്ചാൽ പൂന്തോട്ടം, പൂന്തോട്ടം, ഉദ്യാനം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ആരാമം. ആരാമം, പൂന്തോട്ടം, ഉദ്യാനം. ആരാമം, പൂന്തോട്ടം, ഉദ്യാനം. ഓക്കെ. ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം എടുത്തെഴുതുക. ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം എടുത്തെഴുതുക. എന്താണ് ഐറണി എന്ന് പറഞ്ഞാല്? വിപരീത പ്രശ്നങ്ങളാണോ? വിപുലീകരണമാണോ? വിപരീതാർത്ഥ പ്രയോഗമാണോ? വിപരീതോദ്ദേശമാണോ? ഏതാണ്? വിപരീതാർത്ഥ പ്രയോഗം എന്നാണ് ഐറണി എന്ന് പറഞ്ഞത് കേട്ടോ. ഐറണി എന്ന് പറഞ്ഞാൽ എന്താ? ശരിയാണ്. വിപരീതാർത്ഥ പ്രയോഗം. ഓപ്ഷൻ സി ആണ് വിപരീതാർത്ഥ പ്രയോഗം അല്ലെ? വിപരീതാർത്ഥ പ്രയോഗം. അപ്പൊ നമ്മൾ 10 മലയാളം ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയത്. നമുക്ക് അത് ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ അജഗര ന്യായം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അജഗര ന്യായം ഒന്നിനു വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക അല്ലെ? ഇതൊക്കെ മതി, കൂടുതലൊന്നും വേണ്ട, കിട്ടിയത് മതി, അങ്ങനെ ഇരിക്കുന്ന ഒരു ഭാവല്ലേ, അതിനാണ് എന്ത് പറയുന്നത്? അജഗര ന്യായം അല്ലെ? കൂടുതൽ കഷ്ടപ്പെടാൻ വയ്യ, ഒന്നിനു വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക, അതിനാണ് എന്ത് പറയുക? അജഗര ന്യായം അല്ലെ? അപ്പൊ ശരിയായ പ്രയോഗം എന്തായിരുന്നു? ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. അപ്പൊ പെയ്തു തുടങ്ങിയ എന്ന് വേണ്ട, മഴയല്ലേ പെയ്യുക, വേറെ ഒന്നും പെയ്യില്ലല്ലോ. അപ്പൊ പെയ്യുന്നത് മഴ തന്നെയാണ്. അപ്പൊ അത് വീണ്ടും എടുത്തു പറയേണ്ട കാര്യമില്ല. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല എന്ന് മതി. ഇനി സ്വൈരം എന്നത് എങ്ങനെ എഴുതും? സ്വൈര്യം എന്നത് വേണ്ട അല്ലെ? അപ്പൊ ര്യം എന്നത് വേണ്ട. സ്വൈരം, സ്വൈരം അതാണ് ശരിയായ പ്രയോഗം അല്ലെ? സ്വൈരം, സ്വൈരം. ആ പ്ലസ് ഇടം ചേർത്ത് എഴുതുമ്പോൾ എന്താകും? ആ പ്ലസ് ഇടം ചേർത്ത് എഴുതുമ്പോൾ അവിടം എന്നാകും കേട്ടോ. അവിടം എന്നാകും. കം ഇൻ ഹാൻഡി എന്ന് വെച്ചാൽ എന്താണ്? കം ഇൻ ഹാൻഡി എന്ന് വെച്ചാല് തക്ക സമയത്ത് പ്രയോജനപ്പെടുക അല്ലെ?
തക്ക സമയത്ത് പ്രയോജനപ്പെടുക എന്ന അർത്ഥമാണ് എന്തിനുള്ളത്? കം ഇൻ ഹാൻഡി എന്ന ശൈലി, ഇംഗ്ലീഷ് ശൈലിയാണ് കം ഇൻ ഹാൻഡി. അതിന്റെ അർത്ഥം തക്ക സമയത്ത് പ്രയോജനപ്പെടുക എന്നതാണ്. ഇനി വിണ്ടലം എന്ന് പിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? വിണ്ടലം എന്ന് പിരിച്ചെഴുതുമ്പോൾ എന്താ വരിക? വിൺ പ്ലസ് സ്ഥലം അല്ലെ? വിൺ പ്ലസ് സ്ഥലം. അവിടെ സന്ധി വരുന്നത് ആദേശ സന്ധിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ ക്രമം അല്ലെ? കന്ധരം, കന്ധരം എന്ന് വെച്ചാൽ ഗുഹയാണ്. കന്ധാരം എന്ന് വെച്ചാൽ പേരാലാണ് അല്ലെ? ഇനി ഞായും ഞാ തിരിച്ചിട്ട ധായും വരുന്ന കന്ധരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കഴുത്ത്, കഴുത്ത് അല്ലെ? ഇനി ഉത്കർഷത്തിന്റെ വിപരീതമാണ് എന്ത്? ഉത്കർഷം എന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീതം എന്താണ്? അപകർഷം, അപകർഷം ആണ് അല്ലെ? ഇനി ആരാമം എന്ന വേർഡിന്റെ പര്യായം അല്ലെ? പര്യായമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ആരാമം എന്ന് വെച്ചാൽ ഉദ്യാനം, പൂന്തോട്ടം, വാടി എന്നൊക്കെ പറഞ്ഞാല് എന്താണ്? ഈ ആരാമം, ആരാമം. ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം എന്താണ്? ഐറണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐറണി വിപരീതാർത്ഥ പ്രയോഗം എന്നാണ് അല്ലെ? വിപരീതാർത്ഥ പ്രയോഗം എന്നാണ്. അപ്പൊ നമ്മള് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ഇംഗ്ലീഷ് ഒഴിച്ചുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 79/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.